World and PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ജികെ വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ജികെ വേൾഡ് ആൻഡ് PSC എന്ന ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ Unacademy എന്ന ആപ്പിലൂടെ നിങ്ങൾക്ക് സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നാളെ മുതൽ ജൂൺ 1 മുതൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ക്രാഷ് കോഴ്സ് ഞങ്ങൾ Unacademy വഴി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ക്ലാസ് മുഴുവനും കാണുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാവുന്നത് എന്നുള്ളതൊക്കെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് 2015 ഡിഗ്രി ലെവൽ എക്സാമിന്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2015 ഡിഗ്രി ലെവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സയൻസ്, ജനറൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ എവർ നോൺ ഇൻ ദ യൂണിവേഴ്സ്? യൂണിവേഴ്സിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: പ്ലാറ്റിനം, ഗ്രാഫൈറ്റ്, ഡയമണ്ട് ആൻഡ് മാർബിൾ. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഡയമണ്ട് ആണ്. ഡയമണ്ട് ആണ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് റെഗുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓർ കറന്റ് ഇൻ എ സർക്യൂട്ട്? ഒരു സർക്യൂട്ടിലെ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ കറണ്ട് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: വോൾട്ടാ സെൽ, റിയോസ്റ്റാറ്റ്, ജനറേറ്റർ ആൻഡ് സോണോമീറ്റർ. അപ്പോൾ ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി റിയോസ്റ്റാറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. റിയോസ്റ്റാറ്റ് ആണ് ഒരു സർക്യൂട്ടിൽ നമ്മൾ കറന്റിനെ അല്ലെങ്കിൽ റെസിസ്റ്റന്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഉപകരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, which is the relay center in our brain? നമ്മുടെ തലച്ചോറിലെ റിലേ സെന്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തലാമസ്, സ്പൈനൽ കോർഡ് ആൻഡ് മെനിഞ്ചസ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി തലാമസ് ആണ്. തലാമസ് ആണ് നമ്മുടെ തലച്ചോറിലെ റിലേ സെന്റർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മീത്തേൻ ഗ്യാസ് ഈസ് ഇൻവെന്റഡ് ബൈ ദ സയന്റിസ്റ്റ്. മീത്തേൻ ഗ്യാസ് ഏത് ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ്: അലക്സാൻഡ്രോ വോൾട്ട, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ജോൺ ഡാൾട്ടൺ, തോമസ് ആൽവ എഡിസൺ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ അലക്സാൻഡ്രോ വോൾട്ടയാണ്. മീത്തേൻ ഗ്യാസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അലക്സാൻഡ്രോ വോൾട്ട. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് കെമിക്കൽ ഈസ് യൂസ്ഡ് ഇൻ ദ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ? എന്താണ്, ഏത് കെമിക്കലാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ഈസ് യൂസ്ഡ് ഇൻ ദ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം നൈട്രേറ്റ്, പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആൻഡ് സോഡിയം ക്ലോറൈഡ്. ശരിയായിട്ടുള്ള ഉത്തരം സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് ആണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽ. അടുത്ത ചോദ്യം, what is the full form of NITI in NITI ആയോഗ്? NITI ആയോഗിലെ NITIയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? നാഷണൽ ഇൻറ്റഗ്രേഷൻ ആൻഡ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഇന്ത്യ ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നോളജി ഓഫ് ഇന്ത്യ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം സെക്കൻഡ് ഓപ്ഷൻ ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ NITI സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ NITIയുടെ ഫുൾ ഫോം ആണ് പറഞ്ഞിരിക്കുന്നത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ വിച്ച് ഇയർ ഭാരത് രത്ന, ദ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇൻ ഇന്ത്യ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് വർഷത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമായ ഭാരത രത്ന സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്?
ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതാണ്? 1952, 1954, 1956 ആൻഡ് 1964. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1954 ഭാരത് രത്ന അവാർഡ് ഇന്ത്യ സ്ഥാപിച്ചത്. അപ്പോൾ the year in which Bharat Ratna award was instituted in the year 1954. Okay, next question. Who is the present governor of Kerala? കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പി സദാശിവം, ആർ എൽ ഭാട്ടിയ, നിഖിൽ കുമാർ, ഷീല ദീക്ഷിത്. ഓപ്ഷൻ എ പി സദാശിവമാണ് ദ പ്രസിഡന്റ് ഗവർണർ ഓഫ് കേരള. കേരളത്തിന്റെ പ്രസന്റ് ഗവർണർ ആരാണ്? പി സദാശിവം. പി സദാശിവമാണ് കേരളത്തിന്റെ പ്രസന്റ് ഗവർണർ. അടുത്ത ചോദ്യം. Who won the Nobel Prize for Literature in 2014? 2014 ലിറ്ററേച്ചർ നൊബേൽ പ്രൈസ് ജേതാവ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ആലിസ് മുൻറോ, പാട്രിക് മോഡിയാനോ, ദ ലാസ്റ്റ് വൺ ഈസ് മോ യാൻ. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം 2014 നൊബേൽ പ്രൈസ് ലിറ്ററേച്ചറിന് കരസ്ഥമാക്കിയത് ഓപ്ഷൻ സി പാട്രിക് മോഡിയാനോ ആണ്. അപ്പോൾ പാട്രിക് മോഡിയാനോ ആണ് 2014 ലിറ്ററേച്ചറിനുള്ള നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൂ ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക? ഹൂ ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക? ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതാണ്? മഹേന്ദ്ര രാജപക്സ, ചന്ദ്രിക കുമാരതുംഗ, റാണിൽ വിക്രമാസിംഗ, and the last one is മൈത്രിപാല സിരിസേന. അപ്പോൾ ഓപ്ഷൻ ഡി മൈത്രിപാല സിരിസേനയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ദ ന്യൂ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക മൈത്രിപാല സിരിസേന. മൈത്രിപാല സിരിസേനയാണ് ന്യൂ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ സയന്റിസ്റ്റ് ഹൂ ഫോർമുലേറ്റഡ് ദ ജെം തിയറി ഓഫ് ഡിസീസ്? ജെം തിയറി ഓഫ് ഡിസീസ് രൂപീകരിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ലൂയിസ് പാസ്റ്റർ, ലാമലാക്, ഹുഗോ ഡെനീസ്, ഗ്രിഗർ മെൻഡൽ. അപ്പോൾ ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ലൂയിസ് പാസ്റ്റർ ആണ്. ദ ജെം തിയറി ഓഫ് ഡിസീസ് ഫോർമുലേറ്റ് ചെയ്തത് ആരാണ്? ലൂയിസ് പാസ്റ്റർ. ലൂയിസ് പാസ്റ്റർ ആണ് ജെം തിയറി ഓഫ് ഡിസീസ് ഫോർമുലേറ്റ് ചെയ്തത്. അടുത്ത ചോദ്യം. ഇൻ വിച്ച് അറ്റ്മോസ്ഫെറിക് ലെവൽ ഓസോൺ ഗ്യാസ് ഈസ് സീൻ? ഓസോൺ ഗ്യാസ് അറ്റ്മോസ്ഫെറിക്കിന്റെ ഏത് ലെവലിലാണ് കാണപ്പെടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ വിച്ച് അറ്റ്മോസ്ഫെറിക് ലെവൽ ഓസോൺ ഗ്യാസ് ഈസ് സീൻ? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മീസോസ്ഫിയർ, ലിഥോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് അയണോസ്ഫിയർ. ശരിയായിട്ടുള്ള ഉത്തരം സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഗ്യാസ് കാണപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഗ്യാസ് കാണപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. Which of the following units is usually used to denote the intensity of pollution? Intensity of pollution denote ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which of the following unit is usually used to denote the intensity of pollution? പൊല്യൂഷന്റെ ഇന്റൻസിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? മില്ലിഗ്രാംസ്, നാനോഗ്രാംസ്, പാർട്സ് പെർ മില്യൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കിലോഗ്രാം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി പാർട്സ് പെർ മില്യൺ ആണ്. പാർട്സ് പെർ മില്യൺ ആണ് പൊല്യൂഷന്റെ ഇന്റൻസിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്. പാർട്സ് പെർ മില്യൺ. ഓക്കെ, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് nitrogen fixing bacteria live in the root tumors of pea plant is called. Nitrogen fixing bacterias pea plants ന്റെ റൂട്ട് ട്യൂമേഴ്സിലാണ് കാണപ്പെടുന്നത്. അതിനെ അറിയപ്പെടുന്ന പേരെന്താണ്? നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പീ പ്ലാന്റ്സിന്റെ റൂട്ടിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. റൈസോബിയം, ഈകോളെ, സ്ട്രെപ്റ്റോകോക്കസ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി റൈസോബിയം ആണ്. റൈസോബിയം ആണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. പീ പ്ലാന്റ്സിന്റെ റൂട്ടിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് റൈസോബിയം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ജനറൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ GK സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും പഠിച്ചിട്ടുണ്ടായിരുന്നു. 2015 ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് എങ്ങനെ സൗജന്യമായി GK വൽഡൻ PSCയുടെ ക്ലാസ്സുകൾ ലഭിക്കും എന്നത്. സോ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം.
ഹലോ ഫ്രണ്ട്സ്, GK Well Done PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് GK Well Done PSC എന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ കുറേ ലിങ്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ലിങ്കിൽ ഫസ്റ്റ് നമ്മൾ Unacademy ആപ്പ് വഴി നൽകുന്ന ക്ലാസ്സുകളുടെ ലിങ്കാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ്, ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് മെസ്സേജ് വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം GK Well Done PSC എന്ന ഞങ്ങളുടെ FB പേജിൻ്റെ ലിങ്കും ഈ FB പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, FB പേജ് ഓപ്പൺ ചെയ്യും. അവിടെയും നിങ്ങൾക്ക് ഒരുപാട് ചോദ്യോത്തരങ്ങളും PSC സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും റിസൾട്ട്സും അപ്ഡേഷൻസും ഒക്കെ പെട്ടെന്ന് തന്നെ ലഭ്യമാകുന്നതാണ്. ആ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതാണ്. ഇനി കമ്മിങ് ബാക്ക്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് Unacademy എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ആദ്യം ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ബ്രൗസറോ ക്രോമോ ഏത് വഴിയിട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്രോം വഴിയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ്ട് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എൻറോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻറോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ IDയും അതോടൊപ്പം ഒരു പാസ്വേഡും കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിതിൽ ലോഗിൻ ആവും. അപ്പോൾ എൻറോൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ലിങ്കിൻ്റെ ക്ലാസ്സാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിവിടെ ഡൗൺലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അടിക്കണമെങ്കിൽ നെക്സ്റ്റ് അടിക്കാം. ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുള്ള സോഷ്യൽ മീഡിയയുടെ ലിങ്ക് താഴെ കാണാം. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം പിന്നെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ആ പ്രൊഫൈലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഷ്ന ഷാജി എന്നുള്ള എൻ്റെ പ്രൊഫൈൽ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കോഴ്സുകളൊക്കെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടഡ് ഉള്ളി ഒരുപാട് കോഴ്സുകൾ ഇനിയും വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഫോളോ ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ നേരെ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മുൻപ് എൻറോൾ ചെയ്യാൻ നേരത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഫോളോഡ് ആയിക്കോളും. അല്ലെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഗൂഗിളോ ഫേസ്ബുക്കോ വഴി ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ IDയും ഒരു പാസ്വേഡും കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യാം. ഏതെങ്കിലും ഒരു കോഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എബൌട്ട് ഒരു കോഴ്സിനകത്ത് 6 to 8, 10, 12 അങ്ങനെ ലെസൺസും ഉണ്ട്. അപ്പോൾ എല്ലാ ലെസൺസും കാണാൻ ശ്രമിക്കുക ഒരു കോഴ്സിനകത്ത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരളയിലെ തിരുവനന്തപുരത്തിൻ്റെ പാർട്ട് 1 സെക്ഷനാണ് കണ്ടേക്കുന്നത്. ഇതിൻ്റെ പാർട്ട് സെക്കൻഡ് ഉണ്ട്, നെക്സ്റ്റ് പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാ കോഴ്സുകളും നെക്സ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് അടിച്ച് ഓരോ ക്ലാസ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലോ ഞങ്ങൾക്ക് മെസ്സേജ് FB വഴിയോ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റോ സജഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ. അതിനുശേഷം ക്ലാസ്സുകൾ നിങ്ങൾക്ക് റേറ്റ്, റിവ്യൂ ആൻഡ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും റിവ്യൂ 5 റേറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് റേറ്റിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ റേറ്റ് എന്ന ബട്ടൺ ഈ 5 സ്റ്റാറിൽ നിൽക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾ Unacademyയുടെ ആപ്പ് വഴിയാണ് കയറുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത്രയും പ്രോസസ്സ് ഇല്ല. ജസ്റ്റ് Unacademy എന്ന ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സെർച്ച് ബട്ടൺ കാണും, ഇതേപോലെ സെർച്ച് ബട്ടൺ. അതിൽ എൻ്റെ പേര് അടിച്ചു കൊടുക്കുക, ആഷ്ന ഷാജി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എൻ്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്.
അവിടെ എൻ്റെ പ്രൊഫൈൽ വരും. അപ്പോൾ കോഴ്സുകളിൽ വീണ്ടും എൻ്റെ പ്രൊഫൈൽ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഫോളോ ചെയ്യുക. ഇതാണ്. അപ്പോൾ നിങ്ങൾ ആപ്പ് വഴി കയറുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ കാണാം, റെക്കമെൻഡ് ചെയ്യാം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആപ്പ് വഴി ചെയ്യുമ്പോൾ ഒരു എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ക്ലാസ്സുകൾ ആഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് മൊബൈലിൽ ലഭ്യമാകും. ഇന്ന ആൾ ഇന്ന ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. അപ്പോൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻ കേസ് ഇപ്പോൾ ആപ്പ് വഴിയല്ല, നിങ്ങൾ ഡയറക്റ്റ് ലിങ്ക് വെച്ചിട്ടാണ് കയറണമെങ്കിൽ പോലും നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ ആദ്യം GK World and PSC സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ജൂൺ 1 മുതൽ കമ്പനി ബോർഡിൻ്റെ ക്രാഷ് കോഴ്സ് 9 ഡേ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് Unacademy എന്ന ആപ്പിലൂടെ ജൂൺ 1 മുതൽ ലഭ്യമാണ്. ഇന്ന് മുതൽ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ അത് പബ്ലിഷ് ആവും. അപ്പോൾ പ്ലീസ് ഡു കീപ് സപ്പോർട്ട് മീ. താങ്ക് യു.